ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് BASOH യൂണിറ്റ് 5 പാർട്ട് 2 ആണ്. യൂണിറ്റിൻ്റെ പേര് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് എമിൽ ഡർക്കീംസ് വർക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെടുത്തത് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് എമിൽ ഡർക്കീം, സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇൻ്റലക്ച്വൽ ഇൻഫ്ലുവൻസസ്. ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് സെൻട്രൽ ഐഡിയാസ് ആണ്, പിന്നെ ഒരു സമ്മപ്പ്. അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെൻട്രൽ ഐഡിയാസ് ആണ് നോക്കുന്നത്. കേന്ദ്ര ആശയങ്ങൾ. ഡർക്കീമിൻ്റെ രചനകളിലെ ചില പ്രധാന ആശയങ്ങൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേതാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, അല്ലെങ്കിൽ സമൂഹത്തിലെ തൊഴിൽ വിഭജനം. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലാണ് തൊഴിൽ വിഭജനം നിലനിൽക്കുന്നത്. ഡർക്കീം തൻ്റെ ധാരണയെ കർശനമായി സാമ്പത്തിക വിനിമയങ്ങളിലേക്ക് പരിമിതപ്പെടുത്തിയില്ല. തൊഴിൽ വിഭജനം ഒരു സാമൂഹിക പ്രതിഭാസമാണെന്നും സാമൂഹിക വിശദീകരണം അർഹിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു നിശ്ചിത പ്രദേശത്ത് ജനസംഖ്യയുടെ അളവും സാന്ദ്രതയും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇടപെടലിലും അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലും വർധനവുണ്ടാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യക്തികൾ തമ്മിലുള്ള അതിജീവനത്തിനായുള്ള ഈ പോരാട്ടത്തെ മറികടക്കാൻ ആധുനിക സമൂഹങ്ങളിൽ സാമൂഹിക വ്യത്യാസം പ്രയോഗിക്കുന്നു. വ്യക്തികൾക്കായി വ്യക്തികൾ പരസ്പരം കൂടുതൽ ആശ്രയിക്കുന്നു. ഇത് സാമൂഹിക ഐക്യത്തിനും വ്യക്തിഗത സ്വയം ഭരണത്തിനും കാരണമാകുന്നു. ആധുനിക സമൂഹങ്ങളിൽ വ്യക്തിത്വത്തിന്റെ വർധനവുണ്ട്, പക്ഷേ സാമൂഹിക ഐക്യദാർഢ്യം നിലനിർത്തേണ്ടതിന് ആവശ്യകതയുമുണ്ട്. സാമൂഹിക ബന്ധങ്ങൾ വഴി വ്യക്തികൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെടുന്നുവെന്ന് ഡർക്കീം തന്റെ രചനകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ തൊഴിൽ വിഭജനത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഡോക്ടറൽ പ്രബന്ധം സാമൂഹിക ഐക്യദാർഢ്യം എന്ന ആശയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സാമൂഹിക ഐക്യദാർഢ്യം രാഷ്ട്രീയത്തെയോ സമ്പദ് വ്യവസ്ഥയോ ആശ്രയിക്കുന്നില്ല എന്ന റൂസോയുടെ ചിന്ത അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഐക്യദാർഢ്യം മെക്കാനിക്കൽ, ജൈവ എന്നീ രണ്ട് വ്യത്യസ്ത രീതികളിൽ പ്രകടിപ്പിക്കാമെന്ന് ഡർക്കീം അഭിപ്രായപ്പെട്ടു. മെക്കാനിക്കൽ ഐക്യദാർഢ്യമുള്ള ചെറിയ സമൂഹങ്ങളിൽ വ്യക്തിഗത സ്വയം ഭരണം ഏറ്റവും താഴ്ന്നതാണ്. കൂടാതെ വിശ്വാസങ്ങളുടെ സാദൃശ്യത്താൽ സമൂഹം വിശേഷിക്കപ്പെടുന്നു. ജോലികളുടെ സ്പെഷ്യലൈസേഷനും വളരെ കുറച്ച് തൊഴിൽ വിഭജനവുമില്ല. ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികളിലും കൂട്ടായ മനസാക്ഷിയും വ്യാപിക്കുന്നുണ്ട്. വ്യക്തിയെ സാമൂഹിക മൊത്തവുമായി ബന്ധിപ്പിക്കുന്ന ബന്ധങ്ങൾ തീവ്രമാണ്. കൂടാതെ തികഞ്ഞ സാമൂഹിക ഏകീകരണവുമുണ്ട്. അത്തരമൊരു സമൂഹത്തിൽ മതത്തിന്റെ സ്ഥാപനം പ്രബലമാണ്. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം വ്യക്തിത്വത്താൽ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അടിസ്ഥാന വിശ്വാസങ്ങളും മൂല്യങ്ങളും വീണ്ടും സ്ഥിരീകരിക്കുന്നതിനായി കുറ്റകൃത്യങ്ങളെ അക്രമാസക്തമായി ശിക്ഷിക്കുന്ന ഒരു ശിക്ഷാ നിയമവുമുണ്ട്. ഈ നിയമം അടിച്ചമർത്തലാണ് കുറ്റകൃത്യത്തെ കഠിനമായി ശിക്ഷിക്കുന്നു. മറുവശത്ത് ജൈവിക ഐക്യദാർഢ്യം നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ തൊഴിൽ വിഭജനം കൂടുതലാണ്. വ്യക്തികൾ സമൂഹത്തെ മൊത്തത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രത്യേക ജോലികൾക്കായി പരസ്പരം ആശ്രയിക്കുന്നു. അത്തരം സമൂഹങ്ങൾ ഇടതൂർന്നതും വലിയൊരു ഭൂമിശാസ്ത്ര മേഖലയെ ഉൾക്കൊള്ളുന്നതുമാണ്. രാഷ്ട്രീയ, നിയമ, സാമ്പത്തിക സ്ഥാപനങ്ങൾ കൂടുതൽ പ്രത്യേകതയുള്ളവയാണ്. വ്യക്തികളുടെ മേലുള്ള കൂട്ടായ മനസാക്ഷിയുടെ ശക്തി ദുർബലമാകുന്നു. സാമൂഹിക മൊത്തത്തിൽ ദുർബലമാകുമ്പോൾ വ്യക്തികൾക്കിടയിൽ കൂടുതൽ വ്യക്തിഗത വ്യത്യാസങ്ങളും വ്യക്തികളുടെ സംയോജനവും ഉണ്ടാകുന്നു. പുനഃസ്ഥാപന നിയമം പ്രവർത്തനക്ഷമമാണ്. തെറ്റുകളെ അവയുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ഇനി അടുത്തതാണ് സോഷ്യൽ ഫാക്ട്സ്, അതായത് സാമൂഹിക വസ്തുതകൾ. ജോൺ സ്റ്റുവർട്ട് മിൽ, ജെറമി ബെന്തം, ഡർക്കീം എന്നിവരിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തികൾ സ്വയംഭരണാധികാരമുള്ളവരോ സമൂഹത്തിൽ പ്രയോജനപരമായ കൈമാറ്റങ്ങളിൽ ഏർപ്പെടുന്നവരോ അല്ലെന്ന് കരുതുന്നു. വ്യക്തികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാമൂഹിക വസ്തുതകൾ സമൂഹത്തിൽ ഉണ്ടെന്ന് ഡർക്കീം അഭിപ്രായപ്പെട്ടു. സാമൂഹ്യശാസ്ത്ര വിഷയത്തിനായുള്ള രീതി ശാസ്ത്രപരമായ അന്വേഷണത്തിനുള്ള ഒരു ചട്ടക്കൂട് വികസിപ്പിക്കാൻ ഡർക്കീം ആഗ്രഹിച്ചതിനാലാണ് സാമൂഹ്യ ശാസ്ത്ര നിയമങ്ങൾ
രീതി എഴുതിയത്. മനഃശാസ്ത്രത്തിൽ നിന്ന് വേറിട്ട ഒരു സമൂഹത്തിന്റെ ശാസ്ത്രമായി സോഷ്യോളജിയുടെ പദവി സ്ഥാപിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. ഭൗതിക ശാസ്ത്രങ്ങൾ പ്രകൃതി വസ്തുതകളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരു ശാസ്ത്രീയ അച്ചടക്കം എന്ന നിലയിൽ സോഷ്യോളജി സാമൂഹിക വസ്തുതകളെ കൈകാര്യം ചെയ്യണമെന്നും ഈ സാമൂഹിക വസ്തുതകൾ സമൂഹത്തിലെ കാര്യങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വാഭാവിക വസ്തുതകൾ പോലെ തന്നെ സാമൂഹിക വസ്തുതകളും ബാഹ്യമായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിനർത്ഥം നമുക്ക് അവയെക്കുറിച്ച് ഉണ്ടായേക്കാവുന്ന വിശ്വാസങ്ങളോ അഭിപ്രായങ്ങളോ പരിഗണിക്കാതെ അവർക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കുമെന്നാണ്. സാമൂഹിക വസ്തുതകൾ പ്രവർത്തന രീതിയാണ്. അവ സഹബാഹ്യവും വ്യക്തിയിൽ ഒരു നിയന്ത്രണവും ചെലുത്തുന്നു. സാമൂഹിക വസ്തുതകൾ പൊതുവെ സമൂഹത്തിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, ഭക്ഷണം കഴിക്കുന്നത് ഒരു വ്യക്തിഗത വസ്തുതയാണ്. രക്ഷാകർതൃത്വം എന്നത് സമൂഹത്തിൽ മൊത്തത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക വസ്തുതയാണ്. സാമൂഹിക വസ്തുതകൾക്ക് വ്യക്തിഗത ബോധത്തിന് പുറത്ത് ഒരു നിലനിൽപ്പുണ്ട്. ഒരു വ്യക്തിയുടെ ജനനത്തിനു മുമ്പുള്ള ഒരു വസ്തുനിഷ്ഠമായ നിലനിൽപ്പുണ്ട്. അതിനാൽ അവയ്ക്ക് ഒരു ബാഹ്യ നിലനിൽപ്പുണ്ട്. അവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. വ്യക്തിക്ക് മുമ്പുള്ളതാണ്. ജനിച്ച വ്യക്തികൾ സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് വിധേയരാണ്. സാമൂഹിക വസ്തുതകളുടെ നിരീക്ഷണത്തിനായി ഡർക്കിം ചില നിയമങ്ങൾ സ്ഥാപിച്ചു. അവ ആശയങ്ങളായിട്ടല്ല വസ്തുക്കളായി കണക്കാക്കണം. അവയിൽ തന്നെ വ്യത്യസ്തമായിരിക്കണം. സമൂഹത്തിൽ പതിവ് രീതി പ്രദർശിപ്പിക്കണം. സാമൂഹ്യശാസ്ത്ര രീതിയുടെ നിയമങ്ങൾ എന്ന പുസ്തകത്തിൽ ഡർക്കിം സമൂഹത്തെക്കുറിച്ചുള്ള പഠനവുമായി ഒരു ജൈവ സാമ്യം ഉപയോഗിക്കുകയും ആരോഗ്യവും അനാരോഗ്യകരവുമായ സമൂഹങ്ങളെ വേർതിരിച്ചറിയാൻ ഒരു മാനദണ്ഡം വികസിപ്പിക്കുകയും ചെയ്തു. സാധാരണവും രോഗപരവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡർക്കിമിന്റെ ആശങ്കയെ ആധുനിക സമൂഹത്തിലെ രോഗാവസ്ഥയെയും ക്രമസമാധാനത്തെയും കുറിച്ചുള്ള ടോക്കില്ലയുടെ ഉത്കണ്ഠ ഇൻഫ്ലുവൻസ് ചെയ്തു. സാമൂഹിക സംയോജനത്തിൽ പൊതുമൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒരു പങ്ക് വഹിക്കാനുണ്ടെന്ന ടോക്കില്ലയുടെ വീക്ഷണമാണ് ഡർക്കിമിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലുടനീളം പൊതുവായി വിതരണം ചെയ്യപ്പെടുകയും മറ്റ് സമൂഹങ്ങളിൽ പൊതു സാഹചര്യങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുമ്പോൾ സാമൂഹിക പ്രതിഭാസങ്ങളെ സാധാരണയായി കണക്കാക്കുന്നു. സമൂഹത്തിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രതിഭാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാൽ സാമൂഹിക പ്രതിഭാസങ്ങളെ രോഗാവസ്ഥയായി കണക്കാക്കുന്നു. കുറ്റകൃത്യം സാധാരണ സാമൂഹിക പ്രതിഭാസമാണെന്ന് ഡർക്കിം അഭിപ്രായപ്പെട്ടു. എല്ലാ സമൂഹങ്ങളിലും പൊതുവായി കാണപ്പെടുന്നതിനാലും സാമൂഹിക ചട്ടക്കൂടിൽ ഒരു ധർമ്മം നിർവഹിക്കുന്നതിനാലും അടിസ്ഥാന സാമൂഹിക മൂല്യങ്ങളും വികാരങ്ങളും നിലനിർത്തുന്നതിന് സമൂഹങ്ങളിൽ കുറ്റകൃത്യത്തിന് ഒരു ധർമ്മമുണ്ടെന്ന് ഡർക്കിം അഭിപ്രായപ്പെട്ടു. അതിനാൽ സാമൂഹിക സംയോജനം നിലനിർത്തുന്ന അതിനൊരു പങ്കുണ്ട്. സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ ഒരു പ്രതികരണത്തെ ഉൾക്കൊള്ളുന്നു. അതായത് കുറ്റകൃത്യത്താൽ വ്രണിതമാകുന്ന കൂട്ടായ മൂല്യങ്ങളെയും വികാരങ്ങളെയും സ്ഥാപിക്കുന്ന ശിക്ഷ. അടുത്തതാണ് സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ. 1850 യൂറോപ്പിൽ വ്യാവസായികവൽക്കരണം ആരംഭിച്ചതോടെ ആത്മഹത്യകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായതിനാൽ ഡർക്കിം ആത്മഹത്യയെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരു താല്പര്യം കാണിച്ചിരുന്നു. വ്യവസായവൽക്കരണം സമൂഹത്തിൽ വ്യക്തിവാദം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സംയോജനം കുറയുന്നതിനും കാരണമായി. നാഡീ അസ്വസ്ഥത അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള വ്യക്തിഗത പ്രതിഭാസങ്ങളാണ് ആത്മഹത്യ കാരണമെന്ന് ഡർക്കിം അഭിപ്രായപ്പെട്ടു. വ്യക്തിപരമോ മാനസികമോ ആയ ഘടകങ്ങൾ ഉപയോഗിച്ച് ആത്മഹത്യ വിശദീകരിക്കാൻ കഴിയില്ലെന്നും സാമൂഹിക സ്ഥാപനങ്ങളും വ്യക്തിയും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്തുകൊണ്ട് അത് വിശദീകരിക്കണമെന്നും ഡർക്കിം അഭിപ്രായപ്പെട്ടു. ആത്മഹത്യയെക്കുറിച്ച് പഠിക്കുന്നതിനായി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആത്മഹത്യാ നിരക്കുകൾ ഡർക്കിം വിശകലനം ചെയ്തു. പ്രകൃതി ശാസ്ത്രങ്ങളിൽ എന്ന പോലെ പരീക്ഷണാത്മക രീതി സാമൂഹിക ശാസ്ത്രങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയില്ലെന്ന് ഡർക്കിമിന് അറിയാമായിരുന്നു. അതിനാൽ ആത്മഹത്യയുടെ ഒരു കാര്യകാരണ വിശകലനം അദ്ദേഹം നടത്തി. ഒരു പ്രത്യേക സമൂഹത്തിലെ മരണസംഖ്യയെയും ഒരു പ്രത്യേക സമൂഹത്തിലെ ആത്മഹത്യാ രീതിയെയും സൂചിപ്പിക്കാൻ
ഡർക്കീം സാമൂഹിക ആത്മഹത്യാ നിരക്ക് എന്ന പദം ഉപയോഗിച്ചു. ഒരു സമൂഹത്തിലെ ആത്മഹത്യാ നിരക്ക് വിവാഹം, കുടുംബം, മതസ്ഥാപനങ്ങൾ തുടങ്ങിയ മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിനാൽ അദ്ദേഹം വ്യക്തിഗതമായിട്ടല്ല കൂട്ടായി ആത്മഹത്യയെ കുറിച്ചിട്ട് പഠിച്ചു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലെ ആത്മഹത്യാ മരണങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഡാറ്റ അദ്ദേഹം പഠിക്കുകയും അതിനെ സാമൂഹിക ഘടകങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. ഒരു പ്രത്യേക സമൂഹം ഒരു പ്രത്യേക ആത്മഹത്യാ നിരക്ക് പ്രകടിപ്പിക്കുന്നത് ഒരു സാമൂഹിക വസ്തുതയാണെന്നും ഈ സാമൂഹിക ആത്മഹത്യാ നിരക്ക് മനഃശാസ്ത്ര പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായ ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു സാമൂഹ്യ ശാസ്ത്ര പഠനത്തിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യക്തികൾക്ക് സമൂഹത്തിൽ എങ്ങനെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുമെന്നും വ്യക്തികളെ സമൂഹം എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നും നോക്കിയാണ് ഡർക്കീം ആത്മഹത്യയുടെ വിവിധ രൂപങ്ങൾ വിശദീകരിച്ചത്. വ്യക്തികളുടെ നിലവാരം, സാമൂഹിക സംയോജനത്തിന്റെ നിലവാരം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം അനോമിക്, ഫാറ്റലിസ്റ്റിക് ആത്മഹത്യകളെ വിശദീകരിച്ചു. വ്യക്തികളുടെ സാമൂഹിക നിയന്ത്രണത്തിന്റെ നിലവാരം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം അനോമിക്, ഫാറ്റലിസ്റ്റ് ആത്മഹത്യകളെ പരിശോധിച്ചു. സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാകുന്നതിനാൽ വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് സ്വയം അകന്നു പോകുന്നു. വ്യക്തികൾ തങ്ങളിലേക്കുള്ള തിരിയലും വ്യക്തിഗത ലക്ഷ്യങ്ങളും സാമൂഹിക ലക്ഷ്യങ്ങളെക്കാൾ ആധിപത്യം പുലർത്തുന്നു. കുടുംബം, മത, രാഷ്ട്രീയ സ്ഥാപനങ്ങളുള്ള വ്യക്തികളുടെ ബന്ധങ്ങൾ ദുർബലമാവുകയും അവർ സ്വയം കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. സാമൂഹിക ബന്ധങ്ങളുടെ അഭാവത്തിൽ നിന്നും സമൂഹത്തിലെ ഗ്രൂപ്പുകളുമായുള്ള വ്യക്തികളുടെ അടുപ്പം അയഞ്ഞു പോകുന്നതിലൂടെയാണ് അഹംഭാവപരമായ ആത്മഹത്യ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, കുടുംബജീവിതം സമൂഹത്തിനോടുള്ള കടമകളും സൃഷ്ടിക്കുന്നുവെന്ന് തനിക്ക് പുറത്തുള്ള ഒരു സ്ഥാപനവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നുവെന്നും ഡർക്കീം വിശ്വസിച്ചു. ഇത് ആത്മഹത്യയെ നിയന്ത്രിക്കുന്ന സ്വാധീനം ചെലുത്തുന്നു. അഹംഭാവപരമായ ആത്മഹത്യയുടെ ധ്രുവീയമായ വിപരീതം നിസ്വാർത്ഥ ആത്മഹത്യയാണ്. അതിൽ വ്യക്തികൾ സമൂഹവുമായി അമിതമായി സംയോജിക്കുകയും സമൂഹത്തിനു വേണ്ടി ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ആത്മഹത്യാ രീതി മനസ്സിലാക്കാൻ ഡർക്കീം ഗോത്ര സമൂഹങ്ങളെ പഠിച്ചു. ഉദാഹരണത്തിന്, യുദ്ധകളത്തിലെ സൈനികർ രാഷ്ട്ര സേവനത്തിനായി ജീവൻ ഉപേക്ഷിക്കുന്നു. അതുപോലെ മുൻകാല ഹിന്ദു സമൂഹത്തിൽ വിധവകൾ സതിയായി മാറുകയും ഭർത്താവിന്റെ മരണസ്ഥിതിയിൽ ജീവൻ ത്യജിക്കുകയും ചെയ്തു. അത്തരം സന്ദർഭങ്ങളിൽ വ്യക്തികൾ സമൂഹത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യാൻ സാമൂഹികമായി ബഹുമാനിക്കപ്പെടുന്നു. ഡർക്കീം വിശകലനം ചെയ്ത ആത്മഹത്യയുടെ മൂന്നാമത്തെ രൂപം അനോമിക് ആത്മഹത്യയായിരുന്നു. ഇത് സാമൂഹിക നിയന്ത്രണം ദുർബലമാകുമ്പോൾ സംഭവിക്കുന്നു. ഉദാഹരണത്തിന്, സാമ്പത്തിക അഭിവൃദ്ധിയുടെയോ ബുദ്ധിമുട്ടുകളുടെയോ സമയത്ത് അനോമിക് ആത്മഹത്യയുടെ തോത് വർദ്ധിച്ചേക്കാം. അങ്ങനെ സമൂഹം വ്യക്തികൾക്കായി കൈവരിക്കാനാവാത്ത ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്ഥാപിക്കുന്നു. വ്യക്തികൾ നിരാശരാകാം. ഇത് ആഗ്രഹങ്ങൾ നിയന്ത്രിക്കുന്നതിൽ സമൂഹത്തിന്റെ പരാജയത്തെ പ്രതിഫലിപ്പിക്കുന്നു. ആഗ്രഹങ്ങൾ അനിയന്ത്രിതമാകുമ്പോഴും സമൂഹത്തിലെ മറ്റ് സ്ഥാപനങ്ങളെക്കാൾ സമ്പദ് വ്യവസ്ഥ ആധിപത്യം സ്ഥാപിക്കുമ്പോഴും ഈ തരത്തിലുള്ള ആത്മഹത്യ സംഭവിക്കുന്നു. കൂടാതെ സാമൂഹിക ക്രമത്തിൽ വ്യക്തികളുടെ പ്രത്യേക സ്ഥാനത്തിന് മതം എന്ന നിലയിൽ ന്യായീകരണ സംവിധാനമില്ല. ആത്മഹത്യയുടെ നാലാമത്തെ രൂപം മാരകമായ ആത്മഹത്യയാണ്. വ്യക്തികൾ സമൂഹത്താൽ അമിതമായി നിയന്ത്രിക്കപ്പെടുമ്പോൾ ഇത് സംഭവിക്കുന്നു. അടിമകളുടെ ആത്മഹത്യയെ പരാമർശിച്ചുകൊണ്ട് ഡർക്കീം ഈ തരത്തിലുള്ള ആത്മഹത്യയെ വിശദീകരിക്കുന്നുണ്ട്. അടുത്തത് റിലീജിയൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സോഷ്യൽ, മതവും സാമൂഹിക പ്രകടനവും. മതജീവിതത്തിന്റെ പ്രാഥമിക രൂപങ്ങൾ 1912 പ്രസിദ്ധീകരിച്ചു. 1902 തന്നെ ഡർക്കീം മതത്തെക്കുറിച്ചുള്ള പഠനത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹം സമൂഹത്തിലെ ഒരു പ്രധാന സ്ഥാപനമായി കണക്കാക്കി. കൂടാതെ അദ്ദേഹത്തിന്റെ സാമൂഹ്യശാസ്ത്ര ജേണലായ എൽ ആനി സോഷ്യോളജിക്കിലെ മിക്ക ലേഖനങ്ങളും മതത്തിന്റെ വിഷയത്തിലായിരുന്നു. മതജീവിതത്തെ സാധ്യമാക്കുന്ന മതത്തിന്റെ ഘടകങ്ങളെയോ പര്യവേഷണം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു.
പ്രാകൃത മതത്തിലേക്ക് തിരിയുകയും പ്രാകൃത മതത്തിന്റെ അടിസ്ഥാന ഘടന പഠിക്കുന്നതിലൂടെ പൊതുവെ മതത്തിന്റെ ഘടകങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് അനുമാനിച്ചുകൊണ്ട് ഒരു പരിണാമ സമീപനം സ്വീകരിക്കുകയും ചെയ്തു. നിരീക്ഷണത്തിന്റെയും പരിവേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ മതത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഡർക്കിമിനെ സംബന്ധിച്ചിടത്തോളം മതം ആളുകളെ ലോകത്തെ മനസ്സിലാക്കാൻ സഹായിച്ചു. മതം സമൂഹത്തെ വ്യക്തിപരമാക്കുന്നു. മതം വിശ്വാസങ്ങളും ആചാരങ്ങളും ചേർന്നതാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പവിത്രമായ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആശയങ്ങളാണ് ഡർക്കിമിനുള്ള വിശ്വാസങ്ങൾ. മറുവശത്ത് ആചാരങ്ങൾ പവിത്രമായതിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു. സാർവത്രികമായി മതപരമായ ലോകവീക്ഷണം പവിത്രവും അശുദ്ധവും എന്നിവ രണ്ടായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു കാര്യം വിശ്വാസം അല്ലെങ്കിൽ പ്രവൃത്തി പവിത്രമാകുന്നത് അത് സമൂഹം പവിത്രമാണെന്ന് വിശ്വസിക്കുന്നതിനാലാണ്. അടുത്തത് കൺസെപ്റ്റ് ഓഫ് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ. പവിത്രവും അശുദ്ധവുമായ ആശയങ്ങൾ. പവിത്രവും അശുദ്ധവും തമ്മിൽ കൃത്യമായ വ്യത്യാസമുണ്ടെന്ന് ചില പണ്ഡിതന്മാർ വാദിച്ചിട്ടുണ്ട്. പവിത്രവും അശുദ്ധവും എന്നത് മറ്റു ലൗകികവും അസാധാരണവും എന്നിങ്ങനെ മറ്റ് എതിർപ്പുകളുമായി പൊരുത്തപ്പെടുന്ന ഒരു എതിർപ്പാണ്. ഡർക്കിം പറയുന്നതിനനുസരിച്ച് പവിത്രമായത് അശുദ്ധത്തിൽ നിന്ന് വേർപെടുത്തുകയും വിലക്കുകയും ചെയ്യുന്നു. ലോകം അശുദ്ധം എന്നത് അശുദ്ധവും മതേതരവും ലൗകികവുമായതിനെ സൂചിപ്പിക്കുന്നു. ആചാരങ്ങൾ എന്നത് അശുദ്ധവും പവിത്രവും തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാകുന്ന അവസരങ്ങളാണ്. ഒരാൾ പവിത്രമായതിനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടോ മറ്റേതെങ്കിലും നിർദ്ദിഷ്ട മാർഗങ്ങളിലൂടെയോ ഒരാൾ സമവാക്യത്തെ ശുദ്ധീകരിക്കണം. ഡർക്കിം അശുദ്ധവും പവിത്രവും തമ്മിൽ നടത്തിയ ഈ കർശനമായ വേർതിരിവിനെ പല പണ്ഡിതന്മാരും വിമർശിച്ചിട്ടുണ്ട്. അത്തരം ഒരു കർശനമായ വേർതിരിവ് ഒരു പള്ളിയിലോ ക്ഷേത്രത്തിലോ പ്രവേശിച്ച മതധാരണയിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. പണ്ഡിതന്മാർ ഇത് പവിത്രമാണെന്ന് വ്യാപകമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിലെ പല അശുദ്ധ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. അതാകട്ടെ അശുദ്ധമായത് ഈ ലോക പ്രവർത്തനങ്ങളിലും പവിത്രവുമായി ആശയവിനിമയം നടത്തുന്നു. അതിനാൽ മതത്തിന്റെ ആത്യന്തിക അടിസ്ഥാനം സാമൂഹികമാണ്. അശുദ്ധിക്ക് പവിത്രമായതിനെ മലിനമാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ മതം മനുഷ്യർക്ക് അവരുടെ ലോകവീക്ഷണങ്ങളുടെ വർഗീകരണത്തിന് ഒരു അടിസ്ഥാനം നൽകുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അടുത്തതാണ് കളക്റ്റീവ് കൺസേൺസ്, കൂട്ടായ മനസാക്ഷി. തൊഴിൽ വിഭജനത്തിൽ ഡർക്കിം ശ്രദ്ധ കേന്ദ്രീകരിച്ച മറ്റൊരു അടിസ്ഥാന ആശയം പൊതുമനസാക്ഷി അല്ലെങ്കിൽ കൂട്ടായ മനസാക്ഷി ആണ്. ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ കൂട്ടായ മനസാക്ഷി എന്നത് സമൂഹത്തിലുടനീളം നിലനിൽക്കുന്ന വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പൊതുവികാരങ്ങളുടെയും ഒരു കൂട്ടമാണ്. അത് സാമൂഹിക ജീവിതത്തിന് സാമൂഹിക ലക്ഷ്യവും ഘടനയും നൽകുന്നു. ധാർമ്മികവും മാനസികവുമായ വികാരങ്ങളുടെ ഒരു സാദൃശ്യത്താൽ കൂട്ടായ മനസാക്ഷി സവിശേഷതയാണ്. കൂട്ടായ മനസാക്ഷി വ്യക്തിഗത മനസാക്ഷിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് സമൂഹത്തിലുടനീളം വ്യാപിച്ചിരിക്കുന്നു. സാമൂഹിക ഐക്യദാർഢ്യം നിലനിർത്തുന്നതിനും വ്യത്യസ്ത തലമുറകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലും കൂട്ടായ മനസാക്ഷിക്ക് ഒരു പങ്കുണ്ട്. കൂട്ടായ മനസാക്ഷിയുടെ വ്യാപനം, തീവ്രത, ഏകത എന്നിവ കൂടുന്തോറും കൂട്ടായ വിശ്വാസങ്ങളോടും വികാരങ്ങളോടും വ്യക്തികൾക്കുള്ള അടുപ്പം മെച്ചപ്പെടും. കൂട്ടായ മനസാക്ഷിയെയും സമൂഹത്തെയും കുറിച്ച് അറിയാനായിട്ട് നമുക്ക് അടുത്ത ബോക്സ് പരിശോധിക്കാം. അടുത്തതാണ് കളക്റ്റീവ് കൺസേൺസ് ആൻഡ് സൊസൈറ്റി. കൂട്ടായ മനസാക്ഷിയും സമൂഹവും. ഒരു സമൂഹത്തിലെ ശരാശരി അംഗങ്ങൾക്ക് പൊതുവായ വിശ്വാസങ്ങളുടെയും വികാരങ്ങളുടെയും ഒരു കൂട്ടം എന്നാണ് ഡർക്കിം കൂട്ടായ ബോധത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ വിശ്വാസങ്ങളുടെയും വികാരങ്ങളുടെയും വ്യവസ്ഥയ്ക്ക് അതിൻ്റെതായ ഒരു ജീവിതമുണ്ട്. അത് സമൂഹത്തിലുടനീളം വ്യാപിച്ചിരിക്കുന്നു. അതിന് പ്രത്യേക സവിശേഷതകളുമുണ്ട്. അത് അതിനെ ഒരു പ്രത്യേക യാഥാർത്ഥ്യമാക്കുന്നു. വ്യക്തികൾ പ്രതിഷ്ഠിക്കപ്പെടുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് കൂട്ടായ ബോധം സ്വതന്ത്രമാണ്. ഇതൊരു സമൂഹത്തിന്റെ മുഴുവൻ പ്രദേശത്തും വലുതും ചെറുതുമായ പട്ടണങ്ങളിലും
ഗ്രാമങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. എല്ലാ തൊഴിലുകൾക്കും ഇത് പൊതുവായതാണ്. ഇത് തുടർച്ചയായ തലമുറകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. വ്യക്തികൾ സമൂഹത്തിൽ വരുന്നു, പുറത്തു പോകുന്നു എന്നിരുന്നതിനാലും കൂട്ടായ മനസാക്ഷി നിലനിൽക്കുന്നു. കൂട്ടായ മനസാക്ഷി വ്യക്തികളിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എങ്കിലും അതിനൊരു പ്രത്യേക വ്യക്തിക്കപ്പുറം ഒരു രൂപമുണ്ട്. കൂടാതെ അവനെ അല്ലെങ്കിൽ അവളേക്കാൾ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്നു. കൂട്ടായ മനസാക്ഷി ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപ്തിയിലും ശക്തിയിലും വ്യത്യാസപ്പെടുന്നു. കുറച്ച് വികസിത സമൂഹങ്ങളിൽ കൂട്ടായ മനസാക്ഷി വലിയതിനെ സ്വീകരിക്കുന്നു. വ്യക്തിപരമായ ബോധത്തിന്റെ ഭാഗം അത്തരം സമൂഹങ്ങളിൽ കൂട്ടായ മനസാക്ഷിയുടെ വ്യാപ്തി കൂടുതൽ ശക്തവും വലുതുമാണ്. ഉദാഹരണത്തിന്, പ്രാകൃത സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന സാമൂഹിക നിയന്ത്രണങ്ങളും വിലക്കുകളും വ്യക്തിഗത അംഗങ്ങളുടെ മേൽ ശക്തമായ രീതിയിൽ അടിച്ചേൽപ്പിക്കുകയും അവയെല്ലാം അതിന് വിധേയമാകുകയും ചെയ്യുന്നു. വ്യക്തികളുടെ നിലനിൽപ്പിനെ നിയന്ത്രിക്കുന്നതിന് കൂട്ടായ മനസാക്ഷിയാണ്. പൊതുവായി അനുഭവപ്പെടുന്ന കൂട്ടായ വികാരങ്ങൾക്ക് അതിൽ ശക്തമായ ശക്തിയുണ്ട്. കൂടാതെ വിലക്കുകൾ ലംഘിക്കുന്നവരുടെ മേൽ കഠിനമായ ശിക്ഷകളുടെ രൂപത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഒരു സമൂഹത്തിന്റെ കൂട്ടായ മനസാക്ഷി ശക്തമാകുമ്പോൾ കുറ്റകൃത്യങ്ങൾക്കെതിരെയോ സാമൂഹികമായ അനിവാര്യതയുടെ മറ്റേതെങ്കിലും ലംഘനത്തിനെതിരെയുള്ള ഒരു രോഷം വർദ്ധിക്കാനും ഇടയുണ്ട്. ഇനി നമുക്ക് ഈ യൂണിറ്റിനെ സമ്മപ്പ് ചെയ്യാം. ഈ യൂണിറ്റിൽ ഡർക്കിമിന്റെ കൃതികളിലെ ഭൗതിക സ്വാധീനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. കോംറ്റിയുടെ പോസിറ്റിവിസവും ഹെർബർട്ട് സ്പെൻസറുടെ ഫങ്ഷണലിസവും ഡർക്കിമിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ധാർമ്മികതയെ കുറിച്ചുള്ള റൂസോയുടെ വീക്ഷണങ്ങളും സമൂഹത്തിലെ വിശ്വാസങ്ങളുടെയും മൂല്യങ്ങളുടെയും സാമാന്യതയെ കുറിച്ചുള്ള ടോക്കില്ലയുടെ വീക്ഷണങ്ങളും അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു. എന്നിരുന്നാലും മുൻകാല തത്വചിന്തകർ സ്വീകരിച്ച അമൂർത്ത സിദ്ധാന്തവൽക്കരണത്തെ അദ്ദേഹം നിരസിച്ചു. സോഷ്യോളജി ഒരു പോസിറ്റിവിസ്റ്റിക് ശാസ്ത്രമായി അദ്ദേഹം സ്ഥാപിച്ചു. പ്രകൃതി ശാസ്ത്രങ്ങൾ വസ്തുതകൾ പഠിക്കുന്നത് പോലെ സാമൂഹിക വസ്തുതകൾ പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇത്രയാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ യൂണിറ്റ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.